കുട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ദിവസങ്ങളൊക്കെ? എന്താണ് ചെയ്യണത് എല്ലാവരും? അപ്പോൾ ഇന്നത്തെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഐബ്രോസിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് ചെയ്യാണ്ട് തന്നെ ഇരിക്കുകയാണോ, അത് സ്വയം ത്രെഡ് ചെയ്യാൻ പഠിച്ചോ, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ആരെങ്കിലും ചെയ്തു തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? പുറത്തു പോയി എന്തായാലും ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പറ്റില്ല, വീട്ടിലേക്കും ആരും വിളിക്കാനൊന്നും പറ്റില്ല, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഐബ്രോസ് എങ്ങനെ നമുക്ക് ഒന്ന് കുട്ടപ്പിയാക്കി എടുക്കാം എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. ഐബ്രോസ് നമ്മുടെ മുഖത്തിന് ഫ്രെയിം ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഐബ്രോസ് നല്ല രീതിയിൽ തന്നെ ത്രെഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നാച്ചുറലി ത്രെഡ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ത്രെഡ് ചെയ്യണം ഉദ്ദേശിച്ച് ഷേപ്പ് ചെയ്യണം എന്ന് അങ്ങനത്തെ ഒരു രീതിയിലല്ല, അതെങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാൽ അത്യാവശ്യം ഒന്ന് ഗ്രൂം ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചീകി വെക്കുക. എന്ന് സെൻസ് ലൈക്ക് ഇതുവരെയും ത്രെഡ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചീകി വെക്കുക. ഒന്ന് ഗ്യാപ്പുള്ള ഭാഗങ്ങൾ, ഒരുപാട് പേരുണ്ട് അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് രണ്ട് ഐബ്രോസും ഒരേപോലെയല്ല, ഗ്യാപ്സ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് മതി, ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടാക്കും നമ്മുടെ മുഖത്തിന്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ത്രെഡ് ചെയ്യാൻ പോവാണ്, ത്രെഡ് ചെയ്യാനല്ല ഷേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ വാക്സിൻ വീഡിയോ ഉണ്ടായിരുന്നില്ല, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്ലക്ക് ചെയ്യണേ എന്നുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും പ്ലക്ക് ചെയ്യാനല്ല പതിവ്, ത്രെഡ് ചെയ്യാറുണ്ട് പുറത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ ത്രെഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തനി ഓരോന്നൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതെന്തായാലും കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു കുറേ പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ എൻ്റെ ഐബ്രോസിൻ്റെ ഒരു കോലം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 വീക്ക് ഓഫ് ബ്ലോഗിങ്ങും അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒട്ടും തന്നെ ഐബ്രോസിന് കെയർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും, എൻ്റെ രണ്ട് ഐബ്രോസും രണ്ട് പോലെയാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല നല്ല കാട് പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്കതൊക്കെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഐബ്രോസ് ചെയ്യാനായിട്ട് നമ്മൾ മുഖത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണതല്ലേ, അപ്പോൾ നമ്മുടെ മുടി ശല്യമാവാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് മുടി പൊക്കി കെട്ടിയാൽ നല്ലതായിരിക്കും കേട്ടോ, മുഖത്തേക്ക് മുടി വീഴാത്ത പോലെ. ഇത് കൂടാണ്ട് ബോഡി ഹെയർ റിമൂവ് ചെയ്യണത്, ഇപ്പോൾ ഞാൻ വാക്സിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. വാക്സിങ് അല്ല, ഞാൻ ഷേവിങ്ങിനെ കുറിച്ച്, ബോഡിയിൽ എങ്ങനെ ഷേവ് ചെയ്യണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അത് കൂടാണ്ട് എൻ്റെ കയ്യിൽ വേറൊരു സംഗതി കൂടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, എപ്പിലേറ്റർ ഇടയ്ക്ക് മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ ബോഡിയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ചിലരിത് മുഖത്ത് യൂസ് ചെയ്യണവരുണ്ട്, അതെനിക്ക് വലിയ അഭിപ്രായമില്ല അതിനോട്, അപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല. പക്ഷേ ബോഡിയിൽ വെച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം, യുദ്ധം തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ ബാൻഡൊക്കെ കെട്ടിയിട്ടുണ്ട്, സോ ദാറ്റ് കംപ്ലീറ്റ്ലി നമ്മുടെ മുഖത്ത് നിന്ന് മുടി മാറി നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്യാമറ അടുത്തേക്ക് വെക്കുകയാണ്, നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ പേടിയാവുണ്ടാവും, പേടിക്കണ്ട കേട്ടോ. പിന്നീട് മീശ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മീശ എടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. ഞാനിപ്പോൾ പുതിയ കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല, അങ്ങനെ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ആക്ച്വലി ഉണ്ടല്ലോ, അങ്ങനെ സമയം ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കെന്തോ എല്ലാവർക്കും സമയം ഒരുപാടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എനിക്ക് തോന്നുന്നു ഹൗസ് വൈഫ്സിന്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഓൾറെഡി ജോലി ചെയ്തിരുന്നവർക്ക്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഉള്ളവർക്കൊക്കെ അത്ര കൊണ്ട് സമയം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നതെന്നുള്ളത് എന്തായാലും എഴുതണം കേട്ടോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർ ത്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓവറായിട്ട് നമുക്ക് ഐബ്രോസ് കളയാനോ പാടില്ല കേട്ടോ. പിന്നെ ഇത് തിരിച്ചിതിനെ വളർത്തിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ചിതിനെ വളർത്തിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയല്ല, വളരെ അധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സോ ദാറ്റ് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കാണ്ടിരിക്കാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്ട്രാ ഉള്ള ഹെയർ ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും പ്ലക്ക് ചെയ്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. ഇതിപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി പ്ലക്ക് ചെയ്യുമ്പോൾ നല്ല വേദനയാണ്. നമ്മൾ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ എക്സ്ട്രാ വരുന്ന മുടി പ്ലക്ക് ചെയ്ത് കളയുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം ഒരു 2 ആഴ്ചയായി ഇത് തൊട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. എനിക്ക് പുരികം നന്നായിട്ട് പെട്ടെന്ന് വളരും, ഒരാഴ്ച ആകുമ്പോഴേക്കും നന്നായിട്ട് വളരും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചിലർക്ക് എനിക്ക് തോന്നുന്നു അത്ര അധികം ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ താഴത്തെ മാത്രമേ പ്ലക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്കുണ്ടല്ലോ ഇവിടുത്തെ ഹെയറൊന്നും അങ്ങനെ അങ്ങോട്ട് പ്ലക്ക് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നാറില്ല. ഈ ഭാഗത്ത് എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ, വേദനയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലക്ക് ചെയ്ത് കളഞ്ഞാണല്ലോ, അപ്പോൾ തന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ എടുത്ത് കളയാട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്ലക്ക് ചെയ്ത മുടിയൊക്കെ അവിടെ തന്നെ വീണ് കിടക്കുന്നുണ്ടാവും, അതൊക്കെ നമുക്ക്
എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ള മുടിയൊക്കെ പ്ലക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്, നേരത്തെ പോലെ അല്ല, കുറച്ചുകൂടി വ്യത്യാസമല്ലേ കാണാനായിട്ട്. ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ട്രിമ്മർ ഉപയോഗിച്ചത് ഐബ്രോ ട്രിമ്മർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്, ബോഡി ട്രിമ്മറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത്ര വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് കാണാത്തൊരു ഒന്ന് കണ്ടു നോക്കൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ കയ്യിൽ ഇത് ഉണ്ടാവില്ല അല്ലേ ഈ സമയത്ത്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യണേ എങ്ങനെയാണെന്ന്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, നന്നായിട്ട് പോവും. പക്ഷെ നല്ല ഷേവിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തരില്ല കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേവിങ് ആണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെയെങ്കിലും കയ്യിലുണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസും അതേപോലെ അപ്പർ ലിപ്സും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അപ്പർ ലിപ്സ് ത്രെഡ് ചെയ്യണവരുണ്ട് കേട്ടോ, ഞാനും ത്രെഡ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഷേവ് ചെയ്യും. ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാറുണ്ട്. വാക്സിങ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല ഫേസിൽ. ഞാൻ ആകെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അപ്പർ ലിപ്സും ഐബ്രോസും മാത്രമാണ്. ഞാൻ ഇവിടുത്തെ ഹെയർ ഒന്നും ഷേവ് ചെയ്യാറില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് തോന്നുന്നു, പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ ഷേവിങ് അല്ലെങ്കിൽ ത്രെഡിങ് ഇതൊന്നും നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമില്ല. നമ്മൾ ആ മുടി അവിടെ ഉള്ളതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഐബ്രോസ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഈ ഐബ്രോസിൻ്റെ അവിടെ നോക്കാം അല്ലേ. ജസ്റ്റ് ഞാനൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഫേസ് നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഒന്നും ഇടണ്ട കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് നീറ്റ് ഫിനിഷ് കിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ നെറ്റിയുടെ അവിടെയൊക്കെ നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല നീറ്റ് ഫിനിഷ് കിട്ടും, എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയി കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ പൊട്ടൊന്നുമില്ല കേട്ടോ, എനിക്കിതുവരെ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് ഇതുവരെയും പൊട്ടണ പോലെയൊന്നും തോന്നിയിട്ടില്ല. ഷേവ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം ഷേവ് ചെയ്യാൻ നമ്മുടെ മീശയാണ് കേട്ടോ. അതിപ്പോൾ കണ്ടോ എൻ്റെ നന്നായിട്ടായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റീസർ അധികം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, അപ്പോഴേക്കും മൂർച്ച പോകും. ഓരോ റീസറിൻ്റെ ക്വാളിറ്റി പോലെ ഉണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5 തവണയൊക്കെ ഉപയോഗിക്കാം. എന്തായാലും അതിൽ കൂടുതലൊന്നും പറ്റില്ല കേട്ടോ. കണ്ടോ നീറ്റായില്ലേ, ഇത് കണ്ടോ ഹെയർ വരുന്നുണ്ട്, കുഞ്ഞു ഹെയർ ആട്ടോ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. ഭയങ്കര വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഒരേ ഡിറക്ഷനിലേക്ക് താഴേക്ക് ഒരേ ഡിറക്ഷനിലേക്ക് നമുക്ക് ഷേവ് ചെയ്താൽ മതി. ഇങ്ങനെ ഇത് വെച്ചിട്ടൊന്നും മുറിയാനുള്ള ചാൻസ് ഇല്ല, ഒട്ടും വേദനയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ബ്രേക്ക്ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലർക്ക് ബ്രേക്ക്ഔട്ട്സ് വരും, ചിലർക്ക് ഇങ്ങനെ ബംസ് വരും, ബ്രൈറ്റ് ഹെഡ്സ് വരും, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം നോക്കുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും കാണാനില്ല. പിന്നെ കുറേ പേർക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഭയങ്കര തിക്കായിട്ട് വളരും എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഹെയറിൻ്റെ റൂട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ പറിച്ചെടുക്കലാണ് ചെയ്യണത്. വാക്സിങ് ആകുമ്പോഴാണ് റൂട്ട് അടക്കം പറിച്ചെടുക്കുന്നത്. ഷേവ് ചെയ്യുമ്പോൾ ആ ഹെയർ കട്ടാവുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക, വളരുമ്പോൾ മുടി പിന്നെയും വളരുമ്പോൾ എന്താ വെച്ചാൽ റൂട്ട് വശമാണ് മുകളിലേക്ക് വരിക. അയ്യോ പറയുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിളാണ്. ആ റൂട്ടിൻ്റെ ഭാഗം മുകളിലേക്ക് വരുമ്പോൾ അത് ഇത്തിരി കട്ടിയുള്ളതായിട്ട് തോന്നണതാണ്, നമുക്ക് തോന്നണതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റൂട്ടിൻ്റെ ഭാഗം കട്ടിയുള്ളതാണ്. അപ്പോൾ അത് മുകളിലേക്ക് പൊന്തി വരികയാണ്, അല്ലാണ്ട് ഷേവ് ചെയ്യണോണ്ട് ഹെയർ കട്ടിയായിട്ട് വളർന്ന് വരണതല്ല. ഇനിയിപ്പോൾ നമുക്ക് ത്രെഡ് ചെയ്യാൻ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി വീട്ടിൽ നൂലുണ്ടാവും. കുറച്ച് കട്ടിയുള്ള നൂലെടുക്കും കേട്ടോ. കട്ടിയുള്ള നൂലെടുത്തു. എനിക്കങ്ങനെ കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു നൂലായിരുന്നില്ല, അത്യാവശ്യം കട്ടിയുണ്ട്. ഇത് ഇത്രയൊക്കെ ഒരു ലെങ്ത്ത് മതി കേട്ടോ, ചെറിയ ലെങ്ത്ത് മതി. കൂടുതൽ ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് പ്ലക്കറും ഇല്ല, അല്ലെങ്കിൽ ഇത് റേസറും ഇല്ല, അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമുക്ക് നൂല് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഗതി കിട്ടുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇത്. പക്ഷെ ഒറ്റയ്ക്ക് ത്രെഡ് ചെയ്യാന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നാറില്ല. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ മാത്രം നീക്കുക, കണ്ടോ എനിക്ക് നന്നായിട്ട് ഹെയർ ഉണ്ട് ഇവിടെ, അതങ്ങനെ സ്റ്റക്കാവണത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ആ ഏരിയ തീർത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് പോവുക കേട്ടോ. നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതാ കണ്ടോ ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഒരുവിധമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ക്ഷമയുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ത്രെഡ് ചെയ്തെടുക്കുക തന്നെയാണ് നല്ലത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഹെയർ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ഷേവ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പം എങ്ങനെ എളുപ്പം തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ 3 വഴി ഉപയോഗിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ട് വേണേ, കാരണം കുറച്ചൊന്ന് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐബ്രോസ് ഷേവ് ആയിപ്പോവും. പിന്നത്തെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് നന്നായി ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഷേവിങ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ഒരു തരത്തിലും വരില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ഈ കുട്ടികളെ നമുക്ക് പ്ലക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ആകെ വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഐബ്രോസ് ഒന്ന് ഈരിയിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഹെയർ ഉണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഫൈനലി കുറച്ച് സമയം എടുത്തു കേട്ടോ. സമയം എടുത്താലും നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഐബ്രോസും ചെയ്യാം കേട്ടോ. ഫൈനലി നമ്മുടെ ഐബ്രോ ത്രെഡിങ് കഴിഞ്ഞു കേട്ടോ. ത്രെഡിങ് അല്ല, ഷേപ്പ് ചെയ്യൽ അല്ലെങ്കിൽ ലൈക്ക് ഗ്രൂം ചെയ്യാന്ന് പറയില്ലേ നമ്മൾ. എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി ഐബ്രോസ് പെട്ടെന്ന് വളരണ കാരണം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ നിന്നൊക്കെ പൊങ്ങി വരും. അതിപ്പോൾ പ്ലക്ക് ചെയ്ത് കളയുകയാണെങ്കിൽ 2 ആഴ്ച വരെ സുഖമായിട്ട് പോകും. പിന്നെ ഹെയർ ഗ്രോത്ത് കുറച്ച് പതുക്കെ ആയിട്ടുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. ഐബ്രോസ് കുറച്ച് പതുക്കെ ആയിട്ടാണ് വളരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഭാവിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നമുക്ക് പാർലറിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പാർലറിൽ പോയാൽ തന്നെ നമുക്ക് അത്ര തൃപ്തി വരുന്നില്ല, അങ്ങനെ ഒക്കെ ഉള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മളിത് ചെയ്തു പഠിച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇത്തിരി ഒന്ന് പ്രാക്ടീസ് മതി കേട്ടോ. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഭയങ്കര അറിവൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. ഇത്തിരി പ്രാക്ടീസ് മാത്രം മതി, നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മീശയുടെ കാര്യം കഴിഞ്ഞു, ഐബ്രോസിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മുടെ ബോഡിയുടെ ഹെയറിൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ തവണ വാക്സ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല റിസൾട്ട് തന്നെയായിരുന്നു. കുറേ പേർക്ക് പക്ഷേ വാക്സിങ്ങിൻ്റെ പെയിൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തരികയാണ്. ഈ ജെലറ്റിൻ്റെ ഷേവിങ് റേസർ ഉണ്ടല്ലോ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് പ്രത്യേകമായിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ അത് മേടിക്കുക. അത് വെച്ചിട്ട് ഈസിലി നമുക്ക് ഷേവ് ചെയ്യാം. കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് ഷേവിങ് ക്രീം ഇല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷണർ ഇല്ലേ അതാണെങ്കിലും മതി, അതൊന്ന് അപ്ലൈ ചെയ്യുക, ഒന്ന് വെറ്റ് ചെയ്തിട്ട് നമ്മൾ ഷേവ് ചെയ്താൽ മതി. ഷേവ് ചെയ്യുമ്പോൾ ഒരേ ഡിറക്ഷനിലേക്കൊന്ന് ഷേവ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അത്ര മാത്രം മതി. ഫുൾ ഇങ്ങനെ അച്ചരം കുച്ചരം അങ്ങനെ ഭയങ്കരമായിട്ട് ഷേവ് ചെയ്യേണ്ട, ഒരേ ഡിറക്ഷനിൽ ഷേവ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരു സംഗതിയാണ് എപ്പിലേറ്റർ. ഞാൻ കുറച്ച് വിഷമത്തോട് കൂടിയിട്ട് കാണിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പെൻസീവ് ആണ്. എന്നിട്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് മേടിച്ച സംഗതിയാണ്. പക്ഷെ ഞാനത് അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാത്. ഇതിങ്ങനെയാണ് വരിക. ഇലക്ട്രിക് ആണ് ഇത്, അതായത് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുക. ഇങ്ങനെ അത് ഇങ്ങനെ കുത്തി വെക്കുക. ഇത് മേപ്പട്ടേക്കായ കണ്ടോ വർക്ക് ചെയ്യും. ഭയങ്കര ശബ്ദമാണ് ഇതിന്. എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഷേവ് ചെയ്തില്ല, ഇപ്പം ഞാൻ ഷേവ് ചെയ്തപ്പോൾ കുറച്ച് ഹെയർ പോയി. എന്നിട്ട് നമ്മളിതാ ഹെയറിൻ്റെ അവിടെ ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കണം. കണ്ടോ ഹെയർ വന്നിക്കണത്? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഇത് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ തിരിച്ചു വളരാനായിട്ട് കുറച്ചും കൂടി സമയം എടുക്കുന്നു. അതായത് ഒരു 1.5 മാസമൊക്കെ എടുത്താലാണ് തിരിച്ചു വരിക. പക്ഷേ ഇതും നോക്കി നോക്കുക എത്ര സമയം എടുക്കും. ഒരു തവണ നമ്മൾ എപ്പിലേറ്റർ ഉപയോഗിക്കുമ്പോൾ കണ്ടോ ഇത്ര ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കണ്ടോ ഹെയർ ലിറ്ററലി ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുകയാണ്, വലിച്ചെടുക്കുകയാണ്. നമുക്ക് ഓരോ ഹെയർ കാണുമ്പോൾ മനസ്സിലാവും റൂട്ടിൽ നിന്നാണ് വന്നിരിക്കണേന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേദനയാണ്. ശരിക്കും നമ്മൾ സാധാരണ പാർലറിൽ നിന്ന് വാക്സ് ചെയ്യണേക്കാട്ടിലും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വാക്സ് ചെയ്യില്ലേ അതിനെക്കാട്ടും വേദനയാണ്. കാരണം ഓരോരോ രോമങ്ങൾ പറിച്ചെടുക്കവേ അതാണ് ശരിക്കും ഓരോരോ ഹെയർ ഇങ്ങനെ പറിച്ചെടുക്കില്ലേ അത്രയ്ക്ക് വേദനയാണ്. അത് നമുക്ക് പറ്റില്ല കേട്ടോ. കാരണം ഇത് കുറേ നേരം ഇരിക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാനതൊരു സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ഒന്നും പറയാൻ വേണ്ടിയിട്ട് എടുക്കാത്തത്. ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചാൽ കുറേ പേരെൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായിട്ടോ. എനിക്കിത് വർത്തായിട്ട് തോന്നണില്ല. ശരിക്കും എനിക്ക് വർത്തായിട്ട് തോന്നുന്നില്ല. ഇത് ഏകദേശം ഒരു 1500-2000 രൂപയുടെ ഇടയ്ക്ക് ഉണ്ടാവും. ചിലത് ഇങ്ങനെ ഈ കോഡ് ഇല്ലാത്തത് ഉണ്ടാവും. അതായത് നമുക്ക് ബാറ്ററി ആയിട്ടോ അങ്ങനെ എന്തോ ഉപയോഗിക്കണത്, റീചാർജബിൾ ബാറ്ററിയോ അങ്ങനെ എന്തോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണതായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷവറിലൊക്കെ, അതായത് കുളിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ ആരാ കുളിക്കാൻ നിൽക്കുന്നത്? അത്രയ്ക്കൊക്കെ വേണ്ടി വരും. നമ്മുടെ കയ്യിലത്തെ മാത്രമല്ല കേട്ടോ, കയ്യിൽമത്തെയും കാലുമത്തെയും ഒക്കെ കൂടിയിട്ട് ഒരു 1-1.5 മണിക്കൂർ എന്തായാലും എടുക്കും. പിന്നെ നമുക്ക് അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ
പറ്റില്ല, കാരണം ഇതിങ്ങനെ വേദന എടുക്കുകയല്ലേ. അപ്പോൾ ഇത് വേണ്ട കേട്ടോ. ഇത് ആക്ച്വലി കുറച്ച് പേര് ഫേസിൽ ഉപയോഗിക്കും. അല്ല, ഞാൻ ഇതുവരെ ഇവിടുത്തെ ഒന്നും ഹെയർ കളഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ട വെച്ചിട്ട് എനിക്കിനിപ്പോൾ അതിന് മെനക്കെടാൻ വയ്യ. ഇത്ര മതി. ദിസ് ഇസ് നൈസ് അല്ലേ. അപ്പോൾ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ വാക്സ് ചെയ്യാം. വീറ്റിൻ്റെ സ്ട്രിപ്സ് ഉപയോഗിച്ചിട്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് മുകളിൽ ഞാൻ കാർട്ടിലിടാം, അത് കണ്ടു നോക്കൂ. പിന്നെ ഇതാ നമുക്ക് ഷേവ് ചെയ്യാം. ഷേവ് ചെയ്താൽ യാതൊരു കുഴപ്പമില്ല. നമുക്ക് മുഖത്ത് ഷേവ് ചെയ്യണവരുണ്ട് ഇത് വെച്ചിട്ട്, കുഴപ്പമില്ല എന്നൊക്കെയാണ് അവർ പറയണത്. പക്ഷേ ഐബ്രോസ് ഒന്നും ഇത് വെച്ചിട്ട് ഷേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റേസർ തന്നെ വേണം. ഇവിടെയൊക്കെ ഷേവ് ചെയ്യണമെങ്കിൽ ഷേവ് ചെയ്യാമെന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ അങ്ങനെ ഇത് വെച്ച് ഷേവ് ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഷേവ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പക്ഷെ എന്താണെന്നറിയില്ല, കുറേ പേര് വിചാരിക്കണ ഹെയർ തിക്കായിട്ട് ഗ്രോ ആവും. അങ്ങനെയില്ല, ഹെയർ തിക്കായിട്ട് ഗ്രോ ആവണതല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് വളരും. ഇൻ ദ സെൻസ് ലൈക്ക് വാക്സ് ചെയ്യണ പോലെയല്ല. വാക്സ് നമ്മൾ റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്, അപ്പോൾ കുറേ കൂടി സമയം എടുക്കും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ഞാൻ വാക്സ് സ്ട്രിപ്സ് ഉപയോഗിച്ചപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ആവുമെന്ന്. ഇല്ല, പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഒരു തവണ ചെയ്തുകൊണ്ടാവില്ല. അത് നമ്മുടെ ഹെയർ പിഗ്മെൻറ്റേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ലൈക്ക് രീതി എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അത് 3, 4, 5, 6 ചിലപ്പോൾ 10, 15 സിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ തവണ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ എപ്പിലേറ്ററിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യമായില്ല. എനിക്കിതൊരു വേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. സമയനഷ്ടമുണ്ട്, അതേപോലെ തന്നെ വേദനയുണ്ട്. പിന്നെ റിസൾട്ട് ഓക്കെയാണ്, നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് വാക്സ് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു റിസൾട്ടാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ടി വി കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ശബ്ദം കാരണം നമുക്ക് ടി വിയിലൊന്നും കേൾക്കാനും പോലും പറ്റില്ല. അങ്ങനെയാണ് അവസ്ഥ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നി. ആരെങ്കിലും എപ്പിലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയൂ കേട്ടോ. നമുക്ക് ഒരിക്കലും അങ്ങനെ ലൈക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ വേറെ ആൾക്കത് ഉപകാരപ്പെടില്ല അങ്ങനെ പറയാനേ പറ്റില്ല. എനിക്കിപ്പോൾ വാക്സിൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കുറേ പേർക്ക് ഇഷ്ടമല്ല. കുറേ പേര് പറയണമെന്ന് വെച്ചാൽ അത് വർത്ത് അല്ല എന്നാണ് പറയുന്നത്. അതിലും ഭേദം ഷേവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയും. എനിക്ക് പേഴ്സണലി ഷേവിങ്ങിനെക്കാട്ടും ഇഷ്ടം വാക്സിൻ. കാരണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറേ സമയം പിന്നെ നമുക്ക് ലാഭമാണല്ലോ. ഞാൻ എപ്പോഴും ഈ സമയക്കണക്കാണ് നോക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ എപ്പിലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അഭിപ്രായം എന്നുള്ളത് എന്തായാലും പറയണം. പിന്നെ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കും. പ്ലക്കർ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. പ്ലക്കർ വെച്ചിട്ടും പിന്നെ ഈ ത്രെഡിങ്, ഈ നൂല് വെച്ചിട്ട് അത് കുറച്ച് പ്രാക്ടീസ് വേണം കേട്ടോ. ശ്രമിച്ച് നോക്കൂ. ഈ റേസറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി. ഇപ്പം എന്തായാലും ഇതൊന്നും മേടിക്കാൻ നിവർത്തിയില്ല. റേസറില്ല, എപ്പിലേറ്റർ ഇല്ല, ഈ ഷേവിങ് സെറ്റ് മേടിക്കുക എന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നു അവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളുണ്ടല്ലോ, അവിടെ നിന്ന് ഈ റേസറൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പിലേറ്ററൊക്കെ ഓൺലൈനായിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കിട്ടില്ല. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, ഈ ത്രെഡിങ്ങും വാക്സിങ്ങും ഷേവിങ്ങും അതായത് നമ്മൾ ഹെയർ കളയണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. ഇഫ് യു പ്രിഫർ നമുക്ക് ഇങ്ങനെ ത്രെഡ് ചെയ്യാത്ത ഐബ്രോസ് ആണ് ഇഷ്ടം, മീശയുള്ളതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, ഗോ വിത്ത് ഇറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യണതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ വിത്ത് ഇറ്റ്. ഏതാണ് നമ്മുടെ പ്രിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് എടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക, മാർക്ക് ചെയ്തിട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.